ജീവിതത്തിൽ അപ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തകർന്നു പോകാറുണ്ടോ? അതോ അതിനെ ധൈര്യത്തോടെ നേരിടാറുണ്ടോ? ഹൈ, ഞാൻ നഫില ഹാഷിം, മൈൻഡ് കോച്ചാണ്, കൗൺസിലറാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വൈകാരിക ആരോഗ്യം എന്ന് പറയുന്നത്, ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇമോഷണൽ സ്ട്രെങ്ത്? അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാം? ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. പലരും വിചാരിക്കുന്നത് സങ്കടമോ ദേഷ്യമോ പുറത്ത് കാണിക്കാതിരിക്കുന്നതാണ് വൈകാരിക കരുത്ത് എന്നാണ്, അതായത് ഇമോഷണൽ സ്ട്രെങ്ത് എന്നാണ്. എന്നാൽ അത് തെറ്റായ ഒരു ധാരണയാണ്. വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ, വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങളെ യുക്തിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇമോഷണൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള 5 വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. 1. സ്വയം മനസ്സിലാക്കുക, സെൽഫ് അവെയർനെസ്. ആദ്യത്തെ പടി എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് തന്നെയാണ്. സ്വയം മനസ്സിലാക്കുക എന്നത്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്ന് ചിന്തിക്കുക. സ്വയം ചോദിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ ഒളിപ്പിച്ചു വെക്കാതെ അത് തിരിച്ചറിയാൻ പഠിക്കുക. 2. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുക. ഏതെങ്കിലും ഒരു മോശം സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കരുത്. ദേഷ്യത്തിലോ വിഷമത്തിലോ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും. കുറച്ച് സമയം ശാന്തമായി ചിന്തിച്ച ശേഷം മാത്രം എന്ത് ചെയ്യുക, മറുപടി നൽകുക അല്ലെങ്കിൽ തീരുമാനം എടുക്കുക. 3. മാറ്റി ചിന്തിക്കാനുള്ള കഴിവ്. നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാതെ ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. 4. തോൽവികളെ പാഠങ്ങളായിട്ട് കാണാം. 4-മത്തെ കാര്യം, ജീവിതത്തിലെ പരാജയങ്ങളെയും തെറ്റുകളെയും അവസാനമായിട്ട് കാണരുത്. തോൽവികൾ തളരാനുള്ളതല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള പാഠങ്ങളാണ്. മാനസികമായിട്ട് ശക്തരായ ആളുകൾ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. 5. ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. 5-മത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. നിങ്ങളുടെ സമാധാനത്തെ കളങ്കപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. നല്ല സൗഹൃദങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കുന്ന മനുഷ്യന്മാരെയും ജീവിതത്തിൽ കൂടെ നിർത്താം. ഇമോഷണൽ സ്ട്രെങ്ത് എന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അത് ദിവസേന നമ്മൾ ചിന്തകളിലൂടെ, ട്രെയിനിങ്ങിലൂടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ പോകുന്ന ഒരെണ്ണം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.